അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അക്കാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നബിദിനാശംസകൾ നേരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സന്താന പരിപാലനത്തിൻ്റെ 5 മനോഹരമായ തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോട് സ്നേഹത്തോടെയും കരുതലോടെയും ആദരവോടെയും പെരുമാറാൻ മാതൃകാപരമായ ജീവിതം നയിച്ചു. മഹാനവരുടെ പ്രവൃത്തികളിൽ നിന്നും കുടുംബങ്ങൾക്കും രക്ഷിതാക്കൾക്കും വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ ലഭിക്കുന്നു. സ്നേഹം കാണിക്കുക. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളെ സ്നേഹത്തോടെ ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ചെയ്തു. തൻ്റെ കൊച്ചുമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ താലോലിക്കാറുണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെ പ്രകടനം കുട്ടികളുടെ മനസ്സിൽ ആത്മവിശ്വാസവും സുരക്ഷിതബോധവും വളർത്തും. സഹിഷ്ണുത പുലർത്തുക, അവരെ മനസ്സിലാക്കുക. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നമസ്കരിക്കുമ്പോൾ കൊച്ചുമകൾ ഉമാമ റളിയല്ലാഹു അൻഹ ഉപ്പാപ്പയായ റസൂലുള്ളാഹിൻ്റെ പുറത്ത് കയറി. കൊച്ചുമകളുടെ കളി മുടങ്ങാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരം നീട്ടുകയായിരുന്നു. ക്ഷമയും സഹനവും കുട്ടികളുടെ സ്വാഭാവിക വളർച്ചയ്ക്ക് അനിവാര്യമാണ്. ദയയോടെ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുക. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഥകളും ലളിതമായ ഭാഷയും ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിച്ചു. കടുപ്പമല്ല, കരുണയും സൗമ്യതയുമാണ് ഹബീബായ തങ്ങളുടെ പഠന രീതി. സ്നേഹമുള്ള ഉപദേശമാണ് കുട്ടികളെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നത്. നല്ല പെരുമാറ്റവും ബഹുമാനവും പ്രോത്സാഹിപ്പിക്കുക. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളെ ദയയോടെ സംസാരിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും പ്രോത്സാഹിപ്പിച്ചു. ശൈശവത്തിലെ സംസ്കാരം നൽകുന്നത് നല്ല വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമാണ്. വൈകാരികവും ആത്മീയവുമായ പിന്തുണ നൽകുക. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും അവരുടെ മക്കൾക്കും മാനസികവും പ്രായോഗികമായ പിന്തുണ നൽകി. കുട്ടികളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കാൻ മാതാപിതാക്കളുടെ പങ്ക് ഏറ്റവും പ്രധാനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും പഠിക്കാവുന്ന പ്രധാന സന്ദേശം ഇതാണ്: കുട്ടികളെ സ്നേഹത്തോടും ക്ഷമയോടും ആദരവോടും കൂടി വളർത്തുക. ഇത്തരം സമീപനം അവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും ഉജ്ജ്വലമായ ഭാവിയും ഉറപ്പാക്കുന്നു.